അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുന്നു, ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് കുറ്റം പറയരുത്, കുറ്റം പറയരുത്. നിങ്ങൾ പറയണം അൽഹംദുലില്ലാഹ്. ഏതു പ്രയാസം വന്നാലും അൽഹംദുലില്ലാഹ് പറഞ്ഞോ. അങ്ങനെ പറയാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല, എല്ലാവർക്കും അങ്ങനെ കഴിയണമെന്നില്ല. മാരക രോഗം വരുമ്പോ, സമ്പത്ത് നഷ്ടപ്പെടുമ്പോ, കച്ചവടം നഷ്ടത്തിലാകുമ്പോ, മക്കള് മരണപ്പെട്ടു പോകുമ്പോ, മാരകമായ രോഗങ്ങൾ കടന്നു വരുമ്പോ, ജീവിതത്തിൽ പ്രയാസം വരുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. അത് പറയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തിട്ട് മലക്കുകളോട് ചോദിക്കുന്നു, മലക്കുകളെ, എന്റെ അടിമ എന്താണ് പറഞ്ഞത്? എന്റെ അടിമ എന്താണ് പറഞ്ഞത്? അവന്റെ മകൻ മരിച്ചപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? അവന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? അൽഹംദുലില്ലാഹ്. ആ മനുഷ്യൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു റബ്ബേ. ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയുകയാ, സ്വർഗ്ഗത്തിലൊരു വീട് പണിയ്, സ്വർഗ്ഗത്തിലൊരു വീട് പണിയ്, ബൈത്തുൽ ഹംദ് എന്ന് പേരിട്. ഇത് ആ മനുഷ്യൻ ഉള്ളതാണെന്ന് അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തന്റെ പൊന്നുമകൻ മരിച്ചത് അറിഞ്ഞിട്ടില്ല. നാളെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരും. എന്തു പറയും എന്റെ ഭർത്താവിനോട്? മകനെവിടെ എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്തു പറഞ്ഞു കൊടുക്കും തമ്പുരാനെ? വാപ്പ മകനെ വല്ലാത്ത ഇഷ്ടമാണ്. രാവിലെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമല്ലോ, എന്ത് ചെയ്യണമെന്നറിയാതെ മഹദീരെന്ന് കരയുകയാ. അവസാനമല്ലാ ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹ വടന്ന് കുളിച്ചൊരുങ്ങുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് വീടിന്റെ കവാടത്തിൽ നിൽക്കുകയാണ്. ചിരിക്കുന്ന മുഖത്തോടെ യാത്ര കഴിഞ്ഞു വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ സ്വീകരിക്കുകയാ. അവിടുന്ന് സലാം പറയുകയാ, അവിടുന്ന് സലാം മടക്കുകയാ, അവിടുന്ന് വീടിനകത്തേക്ക് ക്ഷണിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിനകത്ത് കടന്നു വന്നപ്പോ അവിടുന്ന് ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഉമ്മു സുലൈ, എന്റെ പൊന്നുമോനെവിടെ ഉമ്മു സുലൈ? അല്ലാഹുവേ, തന്റെ പൊന്നാര മകനെ ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? സമാധാനത്തോടുകൂടി പറഞ്ഞു കൊടുത്തവനൊരു സ്ഥലം വരെ പോയിരിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിനകത്ത് കടന്നു വന്നു, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല ചിന്തിച്ചു, ഭർത്താവ് പോയിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ, എന്റെ ഭർത്താവിന് വികാരമുണ്ടാകുമല്ലോ, അത് സാധിപ്പിച്ചു കൊടുക്കൽ എന്റെ ബാധ്യതയാണല്ലോ. തന്റെ വേദനകളും മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണിയറയ്ക്കകത്തേക്ക് വിളിച്ചു കയറ്റി. അതാ 2 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന ഭർത്താവിന് പടച്ചവനെ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ സാധനം കൊണ്ടുവരാതെ വരുമ്പോ ആ 2 കൊല്ലം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന പെങ്ങള്, കിടപ്പറയിലെ പിണങ്ങിക്കിടക്കുന്ന പെങ്ങള്, ആ പാവപ്പെട്ടവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭാര്യമാരെ, നിനക്ക് പഠിക്കാനുള്ള ചരിത്രമാടി ഈ പൊന്നുമോള്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിനകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റി. 2 പേരും ശാരീരികമായി ബന്ധപ്പെടുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചത്തിങ്ങനെ തല വെച്ച് കിടക്കുകയാ ഉമ്മു സുലൈ. ഉമ്മു സുലൈ റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്നു, തൽഹ, ഞാനൊരു സംശയം ചോദിക്കട്ടെ തൽഹ, ഞാനൊരു സംശയം ചോദിക്കട്ടെ തൽഹ? എന്തേ ഉമ്മു സുലൈ?
ഒരു മനുഷ്യൻ അമാനത്തായ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു, ഒരാള് അമാനത്തായിട്ടൊരു കാര്യം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു, അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹാ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അവിടെന്ന് ചോദിക്കുമ്പോ അബൂ തൽഹ ചോദിക്കുന്നു, ഏ മണ്ടിപ്പെണ്ണേ, ഉമ്മു സുലൈമേ നിനക്കറിയില്ലേ അമാനത്തായ സന്ന സാധനം തിരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണല്ലോ, അത് കൊടുക്കണമല്ലോ, അത് നിർബന്ധമായിട്ട് കൊടുക്കണമല്ലോ. ഉമ്മു സുലൈമിനോട് പറയുമ്പോ അതുവരെ ക്ഷമിച്ചിരുന്ന ഉമ്മു സുലൈം കരയുകയാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല കരയുകയാണ്. എന്തിനാ കരയുന്നത് ഉമ്മു സുലൈമേ, നീ എന്തിനാ കരയുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു അമാനത്തായി നൽകിയ നമ്മുടെ പൊന്നുമോ, അതിനെ അല്ലാഹു തിരിച്ചെടുത്തു തൽഹാ. നമ്മുടെ പൊന്നുമകൻ മരിച്ചുപോയി തൽഹാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ താങ്ങാൻ കഴിയുന്നില്ല, നിലവിളിക്കുകയാണ്. പടച്ചവരെ, പിടഞ്ഞു താഴെ വീണു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ സഹിക്കാൻ കഴിയുന്നില്ല. ഏത് പിതാവിനാണ് താങ്ങാൻ പറ്റുക? തന്റെ പൊന്നാര മക്കള് മരണപ്പെട്ടു പോയാ അതിന്റെ വേദന അനുഭവിച്ചവർക്കല്ലേ അറിയൂ, അതിന്റെ പ്രയാസം ആ മാതാപിതാക്കൾക്കല്ലേ അറിയൂ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കരയുകയാ. ഏറ്റവും കൂടുതൽ വേദന എന്തെന്നറിയോ? നീ എന്നോട് പറഞ്ഞില്ലല്ലോ, വീടിനകത്ത് കയറി വന്നപ്പോ നീ എന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്ക് ഭക്ഷണം തന്നില്ല, എന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റിയില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത വിഷമമായി ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഇനി അവളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അബൂ തൽഹ എന്റെ പൊന്നുമകൻ മരിച്ചത് അവൾ എന്നോട് പറഞ്ഞില്ല നബിയേ, അവൾ എന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? തൽഹാ, അല്ലാഹു ഇതുപോലെ ഒരു പെണ്ണിനെ നിനക്ക് നൽകിയില്ലേ തൽഹാ? ഏത് ഉമ്മയ്ക്കാ തൽഹാ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മ? ഏത് പെണ്ണാണ് തന്റെ പൊന്നുമകൻ മരിച്ചാ താങ്ങാൻ കഴിയുന്നത്? ആ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിലെ കടിച്ചമർത്തിയിട്ട് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്ന് നിന്നോടത് പറഞ്ഞിട്ട് അവള് വേദനിപ്പിച്ചില്ലല്ലോ, അവള് നിനക്ക് ഭക്ഷണം തന്നില്ല, നിന്നെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചില്ല, നിന്റെ ആവശ്യങ്ങൾ മുഴുവനും സാധിച്ചു തന്നില്ല. അല്ലാഹു നിനക്ക് ഇതുപോലെ ഒരു നല്ല പെണ്ണിനെ ഭാര്യയായിട്ട് തന്നില്ല. അബൂ തൽഹ, നീ ക്ഷമിക്ക്. ഇന്നാ ലില്ലാഹി പറ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തൽഹ, അൽഹംദുലില്ലാ പറ തൽഹ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അൽഹംദുലില്ലാ പറയുകയാ. തന്റെ മകൻ മരിച്ചപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവിടെ അൽഹംദുലില്ലാ പറഞ്ഞല്ലോ. അല്ലാഹു കൊടുത്ത പ്രതിഫലം കേൾക്കണോ? അല്ലാഹു കൊടുത്ത പ്രതിഫലം കേൾക്കണോ? പ്രവാചകൻ അവിടെ പറഞ്ഞു, ഇന്നലെ നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടല്ലോ, ഇന്നലെ രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടല്ലോ. ഈ ബന്ധപ്പെട്ടതിൽ അല്ലാഹു നിനക്കൊരു ആൺകുഞ്ഞിനെ തരും തൽഹാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ദുആ ചെയ്ത് പറഞ്ഞു വിടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഉമ്മു സുലൈം പ്രസവിക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പ്രസവിക്കുകയാ. പ്രസവിച്ച് കഴിഞ്ഞപ്പോ അവിടെ വിളിച്ചു പറഞ്ഞു അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട്, അല്ലാഹു ഒരു ആൺകുഞ്ഞിനെ തന്നെന്ന് വിളിച്ചു പറയുമ്പോ
അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വിളിക്കുന്നു, ഉമ്മു സുലൈം, എന്റെ കുഞ്ഞിന് പാല് കൊടുക്കല്ലേ, എന്റെ പൊന്നുമോന് പാല് കൊടുക്കല്ലേ. അതാ ഓടിച്ചെന്ന് പ്രസവിച്ച് കിടക്കുന്ന ചോരക്കുഞ്ഞ്, അല്ലാഹുവേ, ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ചോരക്കുഞ്ഞുമായി മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു എനിക്ക് സന്തോഷം തന്നു നബിയേ. ഒരു മോൻ പോയപ്പോ അല്ലാഹു രണ്ടാമതൊന്നിനെ തന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ മടിയിൽ വെച്ചു, ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു. അല്ലാഹുവേ, പ്രവാചകൻ തന്റെ വായിക്കകത്ത് അതാ കാരക്ക വെച്ച് ചവച്ചരച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സറഫാക്കപ്പെട്ട കൈകൊണ്ട് മധുരം കൊടുക്കുകയാ. അല്ലാഹുവേ, മുത്തുനബി തന്നെ പേരിട്ട് അബ്ദുല്ലാഹ്. ലോകത്താർക്കാടോ ഇതുപോലെ ഭാഗ്യം കിട്ടിയിട്ടുള്ളത്? വേറെ ആർക്കായി ഭാഗ്യം കിട്ടിയത്? അല്ലാഹുവിന്റെ റസൂല് തന്നെ ബാങ്ക് വിളിച്ചു, ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു, അവിടെ അബ്ദുള്ള എന്ന് പേരിട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ മധുരം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അൽഹംദുലില്ലയ്ക്ക് പടച്ച റബ്ബ് കൊടുത്ത പ്രതിഫലമാ. ഈ അബ്ദുള്ള എന്ന് പറയുന്ന പൊന്നുമകൻ അവിടെ നിന്ന് വളരുകയാണ്. പടച്ചവനെ, പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച് ഹാഫിളാവുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു, ഹാഫിളായി. അവിടുന്ന് ചെറുപ്പക്കാരനായി, അവിടുന്ന് വിവാഹം കഴിച്ചു. ആ വിവാഹത്തിലൂടെ അല്ലാഹു 11 മക്കളെ കൊടുത്തു. അവരുടെ കുടുംബ ജീവിതത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല 11 മക്കളെ കൊടുത്തു. ആ 11 മക്കളും ഹാഫിളീങ്ങളായെന്ന് ചരിത്രം പറയുമ്പോ, ആ കുടുംബം മുഴുവനും ഹാഫിളീങ്ങളായെന്ന് ചരിത്രം പറയുമ്പോ, ഇല്ലാ യലമൽ ജസാ മഅ യലമൽ ബലാ. ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്നോ, ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്നോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയോ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണം വന്നാൽ ക്ഷമിക്കാ തയ്യാറാകണേ, ശുക്ർ ചെയ്യാ തയ്യാറാകണേ, അൽഹംദുലില്ലാ പറയാ തയ്യാറാകണേ. പടച്ചവനെ, ദുനിയാവിലെ വേദനയാകാ, പ്രയാസമാകാ, കണ്ണുനീരാകാ, നഷ്ടമാകാ, എന്തുമായാലും ആഖിറം നഷ്ടപ്പെടൂല. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാറില്ലാത്ത അല്ലാഹുവിന്റെ കോടതി ഉണ്ടല്ലോ. ആ പടച്ചറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും നിൽക്കുമ്പോ നന്മതിന്മകൾ നന്മതിന്മകളെടുത്ത് വെച്ച് തൂക്കുന്ന ത്രാസുണ്ടല്ലോ. അതില് നന്മയുടെ ഭാരം കൂടണോ? ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് പ്രയാസമുണ്ടായ സമയത്ത്, പരീക്ഷണമുണ്ടായ സമയത്ത്, അല്ലാഹുവിന്റെ തീരുമാനമുണ്ടായ സമയത്ത് ക്ഷമിക്കാ തയ്യാറായ, അതിനു പകരം അല്ലാഹു മീസാൻ നിറച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യമെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമയാ. രണ്ടാമത്തെ കാര്യമെന്താ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ, ഇത് മീസാനിനെ നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു 5 കലിമത്തുകൾ: സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് മീസാനിനെ നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ പറയുമ്പോ നാലാമത്തെ കാര്യമെന്താ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനമുണ്ടാകുമ്പോ, പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണമുണ്ടാകുമ്പോ, അല്ലാഹുവേ ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചാൽ, ആ പരീക്ഷണം ക്ഷമിക്കാൻ തയ്യാറായ, ആ പരീക്ഷണത്തിന്റെ സമയത്ത് അല്ലാഹുവിന് ശുക്ർ ചെയ്താ അത് മീസാനിൽ അല്ലാഹു നിനക്ക് തിരിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നിനക്ക് നന്മയുടെ ഭാരം കൂടണോ? അല്ലാഹു തരുന്ന പരീക്ഷകൾ നീ ക്ഷമിക്കാൻ പഠിക്ക്. ക്ഷമയുള്ളവരാകണം സഹോദരാ. അത് രോഗമാണെങ്കിലും പ്രയാസമാണെങ്കിലും എത്ര വലിയ വേദനയാണെങ്കിലും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. എന്റെ രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യണം നബിയേ. എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ് നബിയേ. എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല നബിയേ. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പിടഞ്ഞു വീഴുകയാണ്. വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാണ്. വല്ലാത്ത വേദനയാണ് നബിയേ. എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സ്വാലിഹത്തായ പെണ്ണ് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം, ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം. ദുആ ചെയ്താ നിന്റെ രോഗം മാറും. അല്ല, നീ ക്ഷമിക്കാൻ തയ്യാറായാ അല്ലാഹു അതിന് പകരം നിനക്ക് സ്വർഗം തരുമെന്ന് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ അപസ്മാര രോഗം പിടിച്ച പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, ഈ വേദന സഹിച്ചാൽ അല്ലാഹു എനിക്ക് സ്വർഗം തരുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാഹു നിനക്ക് സ്വർഗം തരും, അല്ലാഹു നിനക്ക് സ്വർഗം തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ആ മഹദി പറഞ്ഞു, മുത്തി നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട, എനിക്ക് സ്വർഗം മതി നബിയേ. ഈ വേദന ഞാൻ സഹിക്കാൻ തയ്യാറാണ്, എനിക്ക് സ്വർഗം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിഞ്ഞു നടന്നു പോയെന്ന് ചരിത്രം പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് പ്രയാസം തരുമല്ലോ, അല്ലാഹു നിനക്ക് വേദന തരുമല്ലോ, അല്ലാഹു നിനക്ക് പട്ടിണി തരുമല്ലോ, അല്ലാഹു ചിലപ്പം മരണങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ. പടച്ചവനെ അല്ലാ, കഴിഞ്ഞ മാസം അവസാനം പടച്ചവനെ മഞ്ചേശ്വരത്തുള്ള 1.5 വയസ്സുള്ള ഒരു പൊന്നുമോര്, 1.5 വയസ്സേ ഉള്ളൂ, അവന് പടച്ചവനെ 1 മാസക്കാലമായിട്ട് പനി മാറുന്നില്ല. അവസാനം ടെസ്റ്റ് ചെയ്തപ്പോ പടച്ചവനെ കിഡ്നിയിൽ ക്യാൻസറാ. അല്ലാ, അവസാനം ദിവസങ്ങൾ കഴിഞ്ഞതിന്റെ റിസൾട്ട് കിട്ടുമ്പോ ഞാൻ ആ സമയത്തുണ്ട്. പടച്ചവനെ, ഡോക്ടർ പറഞ്ഞു ക്യാൻസർ രോഗമാണ്. കുഞ്ഞിന്റെ മൂത്രസഞ്ചിയിലേക്ക് പോയി എത്തിക്കഴിഞ്ഞു, ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞു. ഇനി ചികിത്സ നടത്തിയിട്ട് കാര്യമില്ല. എന്റെ കൂടെ വന്നവർ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പറയണം ആ കുഞ്ഞിന്റെ വാപ്പയോട്, അല്ലാഹുവേ അവസാനം ആ ചെറുപ്പക്കാരനെ വിളിച്ചിരുത്തിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. 2 ദിവസം മുമ്പാണ് ആ 1.5 വയസ്സുകാരൻ മരണപ്പെട്ടു പോയത്. അല്ലാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയ കടന്നു വരുമ്പോ ഏതെങ്കിലും ഒരു മനുഷ്യന് ക്ഷമിക്കാൻ തയ്യാറായ അതിന് പകരം അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ വല്ലാത്ത ഭാരമാണ്. ആ സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അതുകൊണ്ടല്ലേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരീക്ഷണം കടന്നു വന്നാൽ നിങ്ങൾ സഹിക്കാൻ തയ്യാറാകണേ, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകണേ, നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യണേ. ഈ മജ്ലിസിൽ റമദാനിൽ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര്, പ്രയാസമില്ലാത്ത ആരുമില്ലടോ. ഈ വഅദ് പറയുന്ന ഞാൻ, ഈ സ്റ്റേജിലിരിക്കുന്ന ഉസ്താദന്മാർ, ഈ നിരന്നിരിക്കുന്ന
ആണുങ്ങളും പെണ്ണുങ്ങളും, നിങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ല? പടച്ചവനെ, ഒന്നല്ല നൂറുകണക്കിന് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പറയുന്നത് എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ സഹായം നഷ്ടപ്പെടുത്തുന്ന വാക്കുകളാണ്. നന്ദിയില്ലാത്ത വാക്ക് പറയരുത്, നന്ദി കെട്ട വാക്ക് പറയരുത്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോ നമ്മൾ പറയും, അള്ളാഹു എനിക്കിത് തന്നല്ലോ, ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ, ഞാൻ ഖുർആൻ ഓതുന്നവനായിരുന്നല്ലോ, ഞാൻ സദക്ക കൊടുക്കുന്നവനായിരുന്നല്ലോ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവനായിരുന്നല്ലോ, ഞാൻ മജ്ലിസിന്നൂർ പാരായണം ചെയ്യുന്നവനായിരുന്നല്ലോ, ഏത് ഇൽമിന്റെ മജ്ലിസിലും മുടങ്ങാതെ പോകുന്നവളായിരുന്നല്ലോ, എന്നിട്ടും എനിക്കിത് വന്നല്ലോ. ഒരിക്കലും പറയരുത് സഹോദരാ. പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് പറയുകയാണ്, നിന്റെ നാവ് കൊണ്ട് നീ ഒരിക്കലും അങ്ങനെ പറയരുത്. പലരും പറയും, അല്ലാഹുവിന് എന്നെ വല്ലാത്ത വാസിയാ, എന്നോട് പടച്ചവന് വല്ലാത്ത ദേഷ്യമാ. എന്റെ സദസ്സിലിരിക്കുന്നവര് നിങ്ങളോട് പറയുന്നു, ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം അല്ലാഹുവിന് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അല്ല നിനക്ക് വേദന തരുന്നത്, നിനക്ക് ക്യാൻസർ തരുന്നത്, നിനക്ക് മാരക രോഗം തരുന്നത്, അല്ലാഹു നിനക്ക് മക്കളെ തരാത്തത്, അല്ലാഹു നിനക്ക് കടം തന്നത്, അല്ലാഹു നിനക്ക് വീട് തരാത്തത്, നല്ല ഒരു സമാധാനമുള്ള ജീവിതം തരാത്തത് അല്ലാഹുവിന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹു നിന്റെ ഈമാൻ അളക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു നിങ്ങളുടെ ഈമാൻ അളക്കുന്നതാ, അല്ലാഹു നിങ്ങളുടെ ഈമാൻ ടെസ്റ്റ് ചെയ്യുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് ഇഷ്ടമുള്ളവർക്ക് അല്ലാഹു വല്ലാത്ത പരീക്ഷണം കൊടുക്കുമല്ലോ. അല്ലാഹു വല്ലാത്ത പരീക്ഷണം കൊടുക്കുന്നത് സ്നേഹം കൂടിയത് കൊണ്ടാണ് മനുഷ്യ, അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് കള്ളുകുടിയന്മാരെ ആയിരുന്നില്ല, കഞ്ചാവടിച്ച് നടക്കുന്നവരെ ആയിരുന്നില്ല, അതാ കാഫിറിനെ ആയിരുന്നില്ല. അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയോ? അല്ലാഹുവേ, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർക്കാ അല്ലാഹു ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് പരീക്ഷണം കൊടുത്തത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കായിരുന്നു, അല്ലാതെ മറ്റുള്ളവർക്കായിരുന്നില്ല. ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ഈ അംബിയാ മുർസലീങ്ങൾ, ഇവരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? ആദം നബിയെയും നൂഹ് നബിയെയും ഇബ്രാഹിം നബിയെയും മൂസാ നബിയെയും ദാവൂദ് നബിയെയും യാക്കൂബ് നബിയെയും യൂനുസ് നബിയെയും യൂസുഫ് നബിയെയും അയ്യൂബ് നബിയെയും ഹാറൂൻ നബിയെയും യഹ്യാ നബിയെയും ഈസാ നബിയെ വരെയുള്ള പ്രവാചകന്മാരെയല്ലോ അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാ. ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയല്ലോ, കണ്ടു കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ, പിന്നെ താങ്ങും തണലുമായി നിന്നവർ പോയല്ലോ, പടച്ചവരെ സ്വന്തം മക്കൾ മരിച്ചല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മക്കളെ കബറടക്കിയ വാപ്പയല്ലേ? ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, എത്ര മക്കളുടെ മയ്യത്ത് ജീവിച്ചിരുന്നപ്പോ കണ്ട പ്രവാചകരാ. പടച്ചവനെ, പട്ടിണിയായിരുന്നില്ലേ? വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ച് കഴിച്ചില്ലേ? ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ? അല്ലാഹുവിന്റെ റസൂല് വേദനിച്ചതുപോലെ ലോകത്തൊരാളും വേദനിച്ചില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അല്ലാഹു വേദനിപ്പിച്ചത്? അല്ലാഹുവിന് സ്നേഹം കൂടിയത് കൊണ്ടാ. നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസില് ഭാരമുള്ളതാ, ഭാരം കൂടുന്ന അഞ്ചാമത്തെ നന്മ എന്തെന്നറിയോ സഹോദരാ? ജീവിതത്തിലെ രഹസ്യമായ എന്തെങ്കിലും നന്മ ചെയ്തു വെക്കോ. ജീവിതത്തിൽ നിനക്കും അല്ലാഹുവിന് മാത്രം അറിയുന്ന എന്തെങ്കിലും ഒരു രഹസ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്തെങ്കിലും ഒരു നന്മ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെക്ക് സഹോദരാ. അല്ലാഹുവേ, അത് എന്തുമാകട്ടെ, അത് നിസ്കാരമാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, സദഖകളാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അദ്കാറുകളാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യമാകട്ടെ, എന്തെങ്കിലും പരസ്യമായി ചെയ്യുന്നത്
കൂടുതൽ കാര്യമില്ല സഹോദരാ. രഹസ്യമായിട്ടൊരു നന്മ നമുക്ക് ചെയ്തു വെക്കാൻ കഴിയണം. അൽഹംദുലില്ലാഹ്, എന്തെങ്കിലും ഒരു രഹസ്യമായ നന്മ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ പടച്ചവരെ രക്ഷപ്പെടുമല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ആരുമാരുമില്ലാത്ത റബ്ബിന്റെ കോടതിയില് നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്തു വെക്കണ്ടേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. ദുഹാ നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അതാ തസ്തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, തസ്ബീഹ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ. പടച്ചവരെ എന്തെങ്കിലും ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ആരും അറിയാതെ നിങ്ങൾ കാത്തുവെക്കൂ. ആ രഹസ്യമായിട്ടുള്ള നന്മ നാളെ മീസാനിൽ നിനക്ക് പ്രയോജനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ആരും അറിയാത്ത ഒരു രഹസ്യമായ നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരും അറിയാത്ത രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സുബഹിക്ക് മുമ്പ് എഴുന്നേക്കുന്നവരാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തില് ഭക്ഷണം കഴിക്കാൻ വെളുപ്പാകാലത്ത് എഴുന്നേക്കുന്നവരാ. 3 മണിക്ക് 3:30 4 മണിക്ക് എഴുന്നേക്കുന്നവരാണല്ലോ. ആ എഴുന്നേക്കുന്ന സമയത്ത് പൊതുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ കഴിയുമോ? എന്തായാലും എഴുന്നേക്കുകയല്ലോ, എന്തായാലും എഴുന്നേക്കുകയല്ലോ. ഒരു 2 റക്അത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, രാവിലെ ഭക്ഷണം കഴിക്കാനും ഭക്ഷണം വെക്കാനും എഴുന്നേക്കുന്നവളാണല്ലോ. നിനക്കൊരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമോ പെങ്ങള്? അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. എടാ, പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ആരെക്കൊണ്ടും പറ്റുമല്ലോ. പാതിരാത്രി 1 മണിക്ക് 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് ആരും കാണാതെ നിന്റെ വീടിന്റെ ഉള്ളറയിൽ നിനക്കൊരു 2 റക്അത്ത് നമസ്കരിക്കാൻ കഴിയണമെങ്കിൽ നീ വിചാരിച്ചാ നടക്കൂല, നീ വിചാരിച്ചാ നടക്കൂല. അതാർക്കാ കഴിയുന്നതെന്നറിയോ? അതാർക്കാ കഴിയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരെയെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവനൊരടയാളമുണ്ട്, അവനൊരടയാളമുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കൊരടയാളമുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കൊരടയാളമുണ്ട്. ആ അടയാളം എന്തെന്നറിയോ? അവര് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു ഉപ്പയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? നിന്റെ മാതാപിതാക്കൾ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, നിന്റെ മക്കളെ സ്നേഹിച്ചില്ലെങ്കിലും, നിന്റെ ഭർത്താവിന് നിന്നെ ഇഷ്ടമല്ലെങ്കിലും, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാവുമ്മ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുക. പാതിരാത്രി തന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ മാറ്റിക്കിടത്തിയിട്ട് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി, ആ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ? അല്ലാഹുവേ, നിന്നെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കുണ്ടാകുന്ന ഒന്നാമത്തെ അടയാളമാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ ഒരു നന്മ നിങ്ങൾ ചെയ്യാ തയ്യാറായാൽ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹ് എല്ലാവരും തലതാഴ്ത്തി വെച്ചിരിക്കുകയാ. എല്ലാവരും തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് നടക്കുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ഉടുതുണിയില്ലാതെ എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് യാ വൈലതാ യാ ഖസ്റതാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ എല്ലാവരും ഭയന്ന് വിറച്ചുകൊണ്ട് നടക്കുന്ന പരലോകമുണ്ടല്ലോ.
നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തെല്ലാവരും പേടിച്ചു വിറച്ചുകൊണ്ട് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, രണ്ടുപേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ, രണ്ടുപേരുടെ തല അവിടെ നിന്ന് ഉയർന്നു നിൽക്കുകയാ. ആ രണ്ടുപേരിൽ ഒരാൾ ആരെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച മുസ്ലിമേ, നിന്റെ തലനാളെ പരലോകത്ത് ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലം എന്താ? വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗത്തില് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസില് നന്മയുടെ ഭാരം കൂട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്ന മാസത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. നന്മകൾ അധികരിപ്പിച്ചോ, നന്മകൾ അധികരിപ്പിച്ചോ. രഹസ്യമായിട്ടുള്ള നന്മകൾ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചോ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, അല്ലാഹുവേ, പള്ളിയില്ലാത്ത ഒരു മണ്ണിൽ പള്ളി പണിയാൻ പോകുകയാണ്. ഒരു പുതിയ പള്ളി പണിയാനുള്ള തുടക്കം കുറിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഉസ്താദേ, എനിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമൊന്ന് പറഞ്ഞു തരുമോ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഒരേ ഒരു പ്രതിഫലമേ പറയുന്നുള്ളൂ. നീ പലരുടെയും മയ്യത്ത് കണ്ടിട്ടുണ്ടല്ലോ. ചിലരുടെയൊക്കെ കണ്ണ് തള്ളിയിട്ട് മുഖം കറുത്തിട്ട് വായിലൂടെ പതയുന്നൊരയും ഒലിപ്പിച്ച് മലമൂത്ര വിസർജനം നടത്തി മയ്യത്ത് കാണാ പോകുന്നവരെ പേടിപ്പിക്കുന്ന മയ്യത്ത് നീ കണ്ടവളല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പടച്ച റബ്ബേ, നെറ്റിത്തടം വിയർത്ത് മൂക്കിന്റെ ദ്വാരം വികസിച്ച് കവൾ തടങ്ങളൊക്കെ മഞ്ഞ നിറമായി ചുണ്ടുകൾ മുഴുവനും പുഞ്ചിരിയുമായി അല്ലാ ചിരിക്കുന്ന മുഖത്തോടുകൂടി, പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി വെള്ളത്തുണിയുടെ അടിയിൽ കിടന്ന് കൊതിപ്പിച്ചവരെയും കണ്ടവരല്ലേ സഹോദരാ? പാപങ്ങൾക്കല്ല, യതീമീങ്ങൾക്കല്ല, രോഗികൾക്കല്ല, അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു ഭൂമിയതാ, ഒരു പള്ളി പണിയാൻ നിങ്ങൾ ആരെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വഅബ്ശിറൂ ബിൽ ജന്ന, വഅബ്ശിറൂ ബിൽ ജന്ന. ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ അടങ്ങുന്ന സംഘവുമായി മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ ചാരത്ത് കടന്നു വന്ന് കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച് വേദന സഹിക്കാൻ കഴിയാതെ നീ കടന്ന് പിടയുമ്പോ അവസാനമാ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്ന. അല്ലാഹുവേ, ഇതാണ് നിനക്ക് റബ്ബ് തരുന്ന പ്രതിഫലം. പള്ളി കെട്ടുന്നതിന് വേണ്ടി പരിശുദ്ധമായ റമദാനിൽ മഗ്ഫിറത്തിന്റെ 10 നീ ഹാഫിളീങ്ങൾ ഇരിക്കുന്ന മജ്ലിസിൽ വെച്ച്, സയ്യിദന്മാരിരിക്കുന്ന മജ്ലിസിൽ വെച്ച്, ആലിമീങ്ങൾ ഇരിക്കുന്ന മജ്ലിസിൽ വെച്ച് പടച്ചവരെ, ഹജ്ജ് ചെയ്തവരും ഉംറ ചെയ്തവരും പ്രായമുള്ളവരും യാത്രക്കാരും രോഗികളും ഗർഭിണികളും കൊച്ചുകുട്ടികളും ഇരിക്കുന്ന ഈ പരിശുദ്ധമായ ദുനിയാവിലെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി പണിയാൻ നീ കൊടുത്തതിന് അല്ലാഹു തരുന്ന പ്രതിഫലം കാണണ്ടേ? വഅബ്ശിറൂ ബിൽ ജന്ന. മലക്കുകൾ
ഇങ്ങനെ കാണിച്ചു തരികയാ, മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരികയാ. ആ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട ശഹാദത്ത് കലിമ പറഞ്ഞ് ഈമാനോടുകൂടി മരണപ്പെട്ട് മയ്യത്ത് കാണാൻ വരുന്നവരെ മുഴുവനും കുതിപ്പിക്കുന്ന രീതിയിൽ കിടക്കണോ? ഇതല്ലാതെ നിനക്ക് വേറെ എന്താ വേണ്ടത്? ഇതല്ലാതെ നിനക്ക് എന്താടോ വേണ്ടത്? ഇത് കോടികൾ കൊടുത്താ കിട്ടുന്നതല്ലല്ലോ. മരണസമയത്തൊരു മരിക്കുന്ന ഷഹാദത്ത് കലിമ പറയാ, നാവ് പൊങ്ങണ്ടേ. ഇനി തങ്ങള് പറഞ്ഞു തന്നാലും, സയ്യിദ് പറഞ്ഞു തന്നാലും, ഹാഫിദ് പറഞ്ഞു തന്നാലും, ആലിമ പറഞ്ഞു തന്നാലും, ആ പറയാൻ കിടക്കുന്ന മനുഷ്യന്റെ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ.